ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ മക്കളെ രണ്ടാളും സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമുക്ക് പെരുന്നാളിനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം തനിച്ച് പോയാൽ സ്കൂട്ടിയിൽ ഇപ്പോൾ എല്ലാം കൂടെ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് മക്കൾ ആരെങ്കിലും ഇല്ലാണ്ട് ഞാൻ പോകത്തില്ല കേട്ടോ. അപ്പോൾ റിസ്മോന് ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ വീട്ടിൽ തന്നെ നിർത്തി. അവൻ പക്ഷേ എന്നിട്ടും കളിക്കാനൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹിബൂസും കൂടെ ആണ് പോയത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അടുത്തുള്ള എൻകെയിലാണ് കേട്ടോ വന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് സാധനങ്ങളും വാങ്ങിക്കാം, ഡ്രസ്സും എടുക്കാം, എല്ലാം ഒരുമിച്ച് നടക്കും. അങ്ങനെ ദേ നമ്മൾ കടയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പകലാണ് കടയിലേക്ക് കയറിയിരിക്കുന്നത്. തിരിച്ചിനി രാത്രിയിലാണോ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ ദേ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഹിബ വന്നിട്ട് എൻ്റെ സ്നാക്സിൻ്റെ സെക്ഷനിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുള്ള സ്നാക്സ് ആണ്, ഇനി ഒന്നും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞു. ഭാഗ്യം, എന്തായാലും രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങളത് അടുത്ത ന്യൂഡിൽസിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഓരോന്നിങ്ങനെ നുള്ളിപ്പറക്കി വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു സാധനം കണ്ടത്. മസ്റ്റാർഡ് ദാൽ എന്ന് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കടുകിൻ്റെ സംഭവമായിരിക്കും. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ അതേ പാനിപൂരിയൊക്കെ ഇപ്പം ബോക്സിലാക്കി വന്നിട്ടുണ്ട്, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ. പക്ഷേ വിലയൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങ് തിരിച്ച് വെക്കാൻ പറഞ്ഞു. അങ്ങനെ വെച്ചു. ഇവ അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വാങ്ങിച്ച് കൊടുക്കുന്ന സാധനം മാത്രമേ വാങ്ങുള്ളൂ, അല്ലാതെ ഇന്നത് വേണമെന്ന് അങ്ങനെ വാശി പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ബ്രൗണി ഒരു വീക്ക്നെസ്സാണ്. അപ്പം അതിങ്ങനെ നുള്ളിപ്പറക്കാണ് കേട്ടോ. അപ്പം ഒരെണ്ണം മതിയോ രണ്ടെണ്ണം മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 3 വേണം, എനിക്കും വേണമല്ലോ, ഞാൻ സ്വീറ്റ്സിൻ്റെ ആളാണ്. പിന്നെ നമ്മളത് ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ടോപ്പൊന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, പക്ഷേ ചെന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരെണ്ണം അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതെടുത്ത് കൈ വെച്ചിട്ടാണ് പിന്നെയും തപ്പുകയാണ് കേട്ടോ. അതിനെക്കാട്ടിലും നല്ലത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഡ്രസ്സ് എടുക്കാൻ പോകുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ നമ്മുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ കൂടെ വരുന്നവരുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും ആണുങ്ങളൊന്നും വന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യത്തില്ലല്ലോ. പക്ഷെ ഇപ്പം ഞാനും മോള് മാത്രമായതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ ഇഷ്ടംപോലെ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ വരും. ഞാനാണെങ്കിൽ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ നോക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തേ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നല്ലത് കാണുമെന്നുണ്ടെങ്കിൽ ഇബൂസിന് എടുക്കാം. എൻ്റെ ഡ്രസ്സൊക്കെ അവൾ ഇടാറുണ്ട്. അപ്പം ദേ ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ ഡ്രസ്സസും പുള്ളിയൊക്കെ കേട്ടോ കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. വെറൈറ്റി തേടി ലാസ്റ്റ് കിട്ടാണ്ടായപ്പോഴത്തേക്കും കളഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ നെയ്ബർ അൻസിമോളെ കണ്ടത്. അപ്പോൾ അവളും പെരുന്നാൾ പർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഞങ്ങൾ കിഡ്സ് സെക്ഷനിലേക്ക് പോയി. കിഡ്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അടുത്തൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഹിബൂസിന് പാർട്ടി വെയർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവൾക്ക് അടുത്തൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിൽ നോക്കിയപ്പോൾ അടിപൊളി ഒരു ഫ്രോക്ക്, ഇതിൻ്റെ വലുതകാണം ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നെന്ന് ഹിബൂസ് പറയുമായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞുനാളിൽ അവൾ അങ്ങനത്തെ ഒക്കെ ഇടാൻ ഭയങ്കര മടിയായിരുന്നു. കൊണ്ടുകയറും എന്ന് പറഞ്ഞിട്ട് ഇയക്രോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വലിച്ചീർക്കരയുമായിരുന്നു. അങ്ങനെ അവൾ ഒരു ലെഹങ്ക നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ചെക്കൻ വന്നിട്ട് ചിരിച്ചു കാണിക്കുകയാണ് കേട്ടോ. ചെക്കൻ എന്ന് പറഞ്ഞത് കുഞ്ഞു വാവയാണ് കേട്ടോ. അടിപൊളി ക്യൂട്ടൊരു വാവയായിരുന്നു. പിന്നെ ഇതുപോലെ കുട്ടി ക്യൂട്ട് ഡ്രസ്സസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേർ ഉണ്ടെങ്കിലെന്ന് വിചാരിച്ചു പോയി. ഇപ്പം അത്രയും പറ്റുള്ള കുഞ്ഞു പിള്ളേരൊന്നും ആരും ഇല്ല ഇവിടെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്മാർട്ട് ബസാറിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കണമായിരുന്നു. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും കുറേ സാധനങ്ങളൊക്കെ പിറക്കിയെടുത്തു. ഇപ്പം ഹിബൂസിനും അറിയാം കേട്ടോ എല്ലാം കവറിലൊക്കെ ആക്കി വാങ്ങിക്കാനായിട്ട്. മറ്റേത് റിസ്മോനായിരുന്നു കുറച്ച് നന്നായിട്ട് അറിയാവുന്നത്. ഹിബൂസ് അങ്ങനെ എൻ്റെ കൂടെ അധികം വന്നിട്ടില്ലായിരുന്നു ബസാറിലേക്ക്. പിന്നെ അവിടെ നിന്നും പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്ന് എൻ്റെ മോൾ കുറേ ദിവസം കൊണ്ട് ചിക്കൻ റോളിന് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ചിക്കൻ റോൾ ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ കിട്ടാനില്ല, അത് തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ വീണ്ടും ഷവർമയിൽ തന്നെ പോയി ഒതുങ്ങി. ഷവർമ തന്നെ വാങ്ങിച്ചു. പിന്നെ ഷവർമ ആയാലും എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷവർമ അത് ഇപ്പം കിട്ടും എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഇത്രയും ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചിട്ട് അക്ഷമയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. വെയിലില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ലൊരു വൈബാണ് കേട്ടോ. ഇപ്പോൾ ഹിബൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഹിബൂസിനും എൻ്റെ റിസ്മോനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നൈറ്റ് എന്ന് പറയുമ്പം നട്ടപ്പാതിരയല്ല കേട്ടോ, കുറച്ച് ഈവനിങ് ടൈമിൽ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളതേ വീടെത്തി. കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ കിറ്റിനകത്താക്കി വെച്ചിട്ട് നമുക്ക് സ്കൂട്ടിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കുറേ കിറ്റ് ഞാനിങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. പിന്നെ അവിടെ നിന്ന് കിട്ടിയ കിറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേക്കും റിസ്മോൻ ഓടി വരികയാണ് കേട്ടോ. അപ്പം അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ ദുബൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുറേ ഗിഫ്റ്റ്സൊക്കെ മക്കൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റിസ്മോന് ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് വന്നെങ്കിലും അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. അപ്പം അതൊക്കെ വേണ്ട റിസ്മോനിങ്ങനെ അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ. ഉമ്മ വന്നിട്ട് അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞ് അവൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അത് അടിപൊളി ഒരു സ്മാർട്ട് വാച്ചാണ് അവന് കൊടുത്തിട്ടുള്ളത്.
റിസ്മോന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതിൻ്റെ സ്ട്രാപ്പൊക്കെ ഇത്തിരി വലുതായിരുന്നു. പക്ഷേ അവൻ കുറച്ച് സമയം ഇരുന്ന് പണിഞ്ഞെടുത്തിട്ട് അതിൻ്റെ സ്ട്രാപ്പൊക്കെ ചെറുതാക്കി അവന് കിട്ടാൻ പാകത്തിനാക്കി കേട്ടോ. പിന്നെ അവൻ്റെ കാര്യത്തിനൊന്നും നമ്മൾ കടയിലൊന്നിനും കൊണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം മെക്കാനിസം ഒക്കെ അവൻ തന്നെ ചെയ്തോളും. എനിക്ക് ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നതെന്നറിയോ, പണ്ട് നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ട്രാപ്പൊക്കെ മാറ്റിയിടാൻ പറ്റിയ സൈസിലുള്ള വാച്ച്. സ്ട്രാപ്പും അതിൻ്റെ മോറും ഒക്കെ മാറ്റിയിടാൻ പറ്റിയ സൈസിലുള്ള. പിന്നെ ഇത് മാത്രമല്ല, കുറേ ഗിഫ്റ്റ്സ് ഉണ്ട് കേട്ടോ. ഹിബൂസിനും വേറെ കുറേ ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഒക്കെ മക്കൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ച ഷവർമ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതെടുത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ഷവർമയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ചിക്കൻ റോൾ കിട്ടിയില്ലെങ്കിലും വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഷവർമയിൽ എനിക്ക് എപ്പോഴായാലും സോസും കൂടെ ഒഴിച്ചിട്ടാണ് ഇഷ്ടം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.